DR ബോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ +1 സുവോളജി ക്ലാസ് ആണ് DR ബോക്സിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന് തൊട്ട് മുൻപുള്ള ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കോർഡിനേറ്റഡ് ക്ലാസിഫിക്കേഷനും അതിൽ തന്നെ വെർട്ടിബ്രേറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. വെർട്ടിബ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ, അതിലെ സൂപ്പർ ക്ലാസ് സ്പീസസ് എന്നും ആ സൂപ്പർ ക്ലാസ് സ്പീസസിന്റെ 2 ക്ലാസുകളായ കോൺട്രിക്റ്റിസും ഓസ്റ്റിക്റ്റിസും വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, നമ്മുടെ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് സെക്കൻഡ് ചാപ്റ്റർ ആയ ആനിമൽ കിങ്ഡം അവസാനിക്കുകയാണ്. ഈ ക്ലാസിന്റെ അവസാനം ഞാനിതിലെ ഒരു 10, 12ഓളം 13ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. റിപ്പീറ്റഡ് ആയിട്ട്, അതായത് ആവർത്തിച്ച് ചോദിച്ച മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഒരു 12, 11 എണ്ണം പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പല രീതിയിൽ നിങ്ങൾക്ക് വീണ്ടും ആവർത്തിച്ച് വരാം, ടേബിൾസ് ഒക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് സമയം കളയണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഫിഷസ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നതില്ലേ കഴിഞ്ഞ ക്ലാസ്സില്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ നമുക്കറിയാം സൂപ്പർ ക്ലാസ് ഫിഷസും സൂപ്പർ ക്ലാസ് ടെട്രാപോഡയും അല്ലെ. സൂപ്പർ ക്ലാസ് ഫിഷസിലെ ക്ലാസ് കോൺട്രിക്റ്റിസും ക്ലാസ് ഓസ്റ്റിക്റ്റിസും. ദെൻ സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിലേക്ക് പോകുമ്പോൾ അതിൽ ആംഫിബിയ, റെപ്റ്റീലിയ, ഏഴ്സ് ആൻഡ് മെമാലിയ. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ആംഫിബിയയാണ് ഞാനിപ്പോ ആദ്യം പറയാൻ പോകുന്നത്. ക്ലാസ് ആംഫിബിയ നമുക്കൊക്കെ അറിയുന്നതാണല്ലേ ക്ലാസ് ആംഫിബിയയെ കുറിച്ചിട്ടൊക്കെ. ആംഫിബിയ പേരിന് തന്നെ ആംഫിബിയസ് മോഡ് ഓഫ് ലിവിംഗ്, അതായത് വെള്ളത്തിലും കരയിലും ജീവിക്കാനുള്ള കഴിവ്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അക്വാട്ടിക് ആസ് വെൽ ആസ് ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ്സ് അവർക്ക് ജീവിക്കാൻ കഴിയുന്നു. മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 pairs ഓഫ് ലിംസ്. നമുക്കറിയാം 2 pairs, 4 limbs ആൻഡ് ഹൈൻഡ് ലിംസ്. സോ ടെട്രാപോഡ അല്ലെ 4 ലെഗ്സ് ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 4 ലിംസ് ഉണ്ട്. അപ്പൊ ഇവിടെ 2 pairs ഓഫ് ലിംസ് ആണത്, അത് 4 limbs ആൻഡ് ഹൈൻഡ് ലിംസ്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കുക, മോസ്റ്റ് ഓഫ് ദം, ദാറ്റ് മീൻസ് അതില്ലാത്ത ആർക്കെ ഉണ്ട് അല്ലെ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ എക്സാമ്പിളിൽ പറയുന്നുണ്ട്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ അടുത്ത പോയിന്റ് ആയിട്ട്, ബോഡി ഈസ് ഡിവിസിബിൾ ഇൻടു ഹെഡ് ആൻഡ് ട്രങ്ക്. ടെയിൽ മേ ബി പ്രസന്റ് ഇൻ സം. ഹെഡും ട്രങ്കും അങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് ബോഡിയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ക്യാരക്ടർ ആണ്. ദ ആംഫിബിയൻ സ്കിൻ ഈസ് മോയിസ്റ്റ്. നമുക്കറിയാലോ, അതിലെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫ്രോഗ്, തവള, അതിനെ തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ അല്ലെ. അപ്പൊ മോയിസ്റ്റ് ആണ്, വളരെ സ്മൂത്ത് ആണ്, സോഫ്റ്റ് ആണ്, മോയിസ്റ്റ് നനവുള്ളതാണ്. നനവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ മോയിസ്റ്റ് സ്കിന്നാണ്. സ്കിന്നിന്റെ മുകളിൽ സ്കെയിൽസുകളൊന്നും കാണുന്നില്ല. ഫിഷസിൽ നമ്മൾ സ്കെയിൽസ് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഫിഷസിലെ പോലത്തെ സ്കെയിൽസുകളൊന്നും ഇല്ലാത്ത വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. ഐസ് ഹാവ് ഐലിഡ്സുകളുണ്ട്. ടിംബാനം റെപ്രസെന്റ്സ് ദ ഇയർ. നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത്, എലിമെന്ററി കനാൽ, യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട്സ് ഓപ്പൺ ഇൻടു എ കോമൺ ചാമ്പർ കോൾഡ് ക്ലോയാക്ക വിച്ച് ഓപ്പൺസ് ഇൻടു എക്സ്റ്റീരിയർ. അതായത് എലിമെന്ററി കനാൽ ഡൈജഷനുമായി ബന്ധപ്പെട്ടത്, ദെൻ യൂറിനറി, ദെൻ റീപ്രൊഡക്റ്റീവ്, ഈ ട്രാക്റ്റുകളെല്ലാം കൂടെ കോമൺ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നത് ഒരു ചാമ്പറിലേക്കാണ്. അതിന്റെ പേരാണ് ക്ലോയാക്ക. ആ ഒരു ചാമ്പറാണ് വിച്ച് ഓപ്പൺസ് ടു എക്സ്റ്റീരിയർ. അപ്പൊ ഞാൻ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം, ക്ലോയാക്ക കാണുന്നത് ഏതിലാന്ന് പറഞ്ഞാൽ ഒരു മാർക്കാരെ ചോദിക്കാറുണ്ട്. സോ ഫ്രോഗിലാണ് ഇത് കാണുന്നത്. ദാറ്റ് മീൻസ് എലിമെന്ററി കനാൽ, reproductive tract and urinary tract opens into a common chamber called cloaca which opens to exterior. പിന്നെ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. നമുക്കറിയാം അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ലൈഫ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഫ്രോഗിന്റെ കേസൊക്കെ ആണെങ്കിൽ അതിന്റെ ലാർവൽ സ്റ്റേജ് ആയ ടാഡ്പോൾ, നമ്മുടെ വാൽമാക്രി എന്ന് പറയും, അതാണ് അക്വാട്ടിക് ആയിട്ട് മെയിൻ ആയിട്ട് കാണുന്നത് അല്ലെ. ഈ അഡൽട്ട് ഫ്രോഗ് അവര് മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആണ്. എഗ് ലേയിങ്ങിന് വേണ്ടി മാത്രമാണ് അവര് വെള്ളത്തിലേക്ക് പോകുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡ്യുവൽ മോഡ് ഓഫ് ലൈഫ് ഉള്ളത് കൊണ്ട് തന്നെ കരയിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും അവർക്ക് ശ്വസിക്കാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഗിൽസ് ഉണ്ട് റെസ്പിറേറ്ററി ഓർഗൻസ് ആയിട്ട്, പിന്നെ ലങ്സ് ഉണ്ട്. നമുക്കറിയാം ഗിൽസ് അക്വാട്ടിക് റെസ്പിറേറ്ററി ഓർഗൻ ആണ്, ലങ്സ് ടെറസ്ട്രിയൽ റെസ്പിറേറ്ററി ഓർഗൻസ് ആണ്. കൂടാതെ സ്കിൻ ഉണ്ട്, സ്കിൻ മോയിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്കിന്നിലൂടെയും
എന്ത് ചെയ്യാൻ പറ്റും, ആ റെസ്പിറേറ്ററി ഗ്യാസുകളുടെ എക്സ്ചേഞ്ച്, ദാറ്റ് ഈസ് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സമ്മർ സ്ലീപ്പ്, വിന്റർ സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു എസ്റ്റിവേഷൻ, ഹൈബർനേഷൻ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉള്ള കുറച്ച് ഡോർമെന്റ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ സ്കിന്ന് വഴി ഇവർ എന്ത് ചെയ്യുന്നത്, റെസ്പിറേഷൻ നടത്തുന്നുണ്ട്. സോ 3 തരത്തിലുള്ള റെസ്പിറേഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഓർഗൻസ് ആംഫിബിയൻസിൽ കാണുന്നുണ്ട്. ദേ ആർ ഒന്ന് സ്കിൻ വഴിയുള്ള റെസ്പിറേഷൻ, രണ്ടാമത്തെ ഗിൽസ് വഴിയുള്ളത്, ആൻഡ് മൂന്നാമത്തെ ലങ്സ് വഴിയുള്ളത്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഹാർട്ട് ഈസ് 3 chambered ആയി. നമ്മൾ കഴിഞ്ഞ ഫിഷസിൽ പറഞ്ഞപ്പോ പറഞ്ഞു ഹാർട്ട് 2 chambered ആണ് വിത്ത് 1 ഓറിക്കിൾ ആൻഡ് 1 വെൻട്രിക്കിൾ. അപ്പൊ ഇവിടെ അടുത്ത ക്ലാസ്സിലേക്ക് വന്നതോട് കൂടിയിട്ട് ഹാർട്ട് എന്തായി, 3 chambered ആയി വിത്ത് 2 ഓറിക്കിൾസ് ആൻഡ് 1 വെൻട്രിക്കിൾ. 2 ഓറിക്കിളും 1 വെൻട്രിക്കിളും. അങ്ങനെ ഹാർട്ട് എന്തായി, 3 chambered ആയിട്ട് മാറി. കോൾഡ് ബ്ലഡഷ് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ കിലോതാർമസിലൊക്കെ നമ്മൾ പറഞ്ഞു സെക്സ് സെപ്പറേറ്റ് ആണ്, മെയിൽ ഫ്രോഗ് ഉണ്ട്, ഫീമെയിൽ ഫ്രോഗ് ഉണ്ട് അല്ലെ. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, ഓവി പാരസ് എഗ് ലേയിങ് ആണ്, ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ്. അവിടെ ഒരു കാര്യം നമ്മളത് പറഞ്ഞിട്ടുണ്ട് പഴയ ഫൈലത്തിലൊക്കെ പറഞ്ഞപ്പോ. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാല് ദ ഡെവലപ്മെന്റ് ഇൻക്ലൂഡ് ലാർവൽ സ്റ്റേജസ്. അതായത് ഇപ്പൊ ഫ്രോഗിൽ നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഈ എഗ്, ഫീമെയിൽ ഫ്രോഗ് എഗ് ലേ ചെയ്യുന്നു, പിന്നെ സ്പേം വന്ന് ഫെർട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഡയറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടാകുന്നത് എന്താണ്, വാൽമാക്രി എന്ന് പറയുന്നു, ടാഡ്പോൾ. സോ ടാഡ്പോൾ ഇസ് ദ ലാർവൽ സ്റ്റേജ് ആണ്. ആൻഡ് ദെൻ ദാറ്റ് ടാഡ്പോൾ ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, അഡൽട്ട് ഫ്രോഗ് ആയിട്ട് മാറുന്നത്. സോ ഡെവലപ്മെന്റ് ഇൻക്ലൂഡ് ലാർവൽ സ്റ്റേജസ്. സച്ച് ഡെവലപ്മെന്റ് ഈസ് നോൺ ആസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. ഇപ്പൊ എഗ് ഡയറക്റ്റ് ആയിട്ട് ഹാച്ച് ചെയ്ത്, എക്സാമ്പിൾ നമ്മൾ പറയുക കോഴി അല്ലെ, കോഴിമുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ എന്തായിട്ട് മാറുന്നു, കോഴിക്കുട്ടിയായിട്ട് മാറുന്നു അല്ലെ. അപ്പൊ എഗ് ഡയറക്റ്റ് ആയിട്ട് എന്തായിരുന്നു, ആ ഒരു അതേ രീതിയിലുള്ള എമൗണ്ട്സ് ആയിട്ട് തന്നെയാണ് മാറുന്നത്. അപ്പൊ അത് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. വേറാസ് നമുക്ക് ബട്ടർഫ്ലൈയുടെ അറിയാം അല്ലെ, ഒരുപാട് എഗ്ഗും ലാർവ, പ്യൂപ്പ, കുക്കുൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഡെവലപ്മെന്റുകളെ പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. എക്സാമ്പിൾസ് ബഫോ, ടോഡ്, റാണ. നമ്മൾ സാധാരണ പറയുന്ന ഫ്രോഗാണ് റാണ എന്ന് പറയുന്നത്. ദെൻ ഹൈല, മരത്തവള എന്ന് പറയുന്നതാണ്. ദെൻ സലമാൻഡ്ര, കണ്ടാൽ ഏകദേശം പല്ലിനെ പോലൊക്കെ തോന്നൂല്ലേ, അതൊരു സാധനമാണ് സലമാൻഡ്ര. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 pairs of limbs എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ എക്സെപ്ഷൻ കേസുകൾ ഉണ്ട്. ദിസ് ഈസ് ഇക്തിയോഫീസ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇക്തിയോഫീസ്, ദാറ്റ് ഈസ് ലിംബിലസ് ആംഫിബിയ, ലിംബില്ലാത്ത ആംഫിബിയ. ഇതാണ് സാധാരണ നമ്മൾ പറയുന്ന റാണ എന്ന് പറയുന്ന ഫ്രോഗ്. സോ ആംഫിബിയൻസിന്റെ ക്യാരക്ടേഴ്സ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കും. എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരിക? നമുക്കറിയാം ടെറസ്ട്രിയൽ ഉണ്ട്, അക്വാട്ടിക് ഉണ്ട് എന്നുള്ളത്. ഇത് ശ്രദ്ധിക്കേണ്ട 2 pairs of limbs. ഹെഡ് ആൻഡ് ട്രങ്ക് ആണ് ബോഡിയുടെ ഡിവിഷൻ. സ്കിൻ മോയിസ്റ്റ് ആണ് വിത്തൗട്ട് സ്കെയിൽസ്. പിന്നെ പ്രധാനപ്പെട്ടതായിട്ട് ക്ലോയാക്ക എന്ന് പറയുന്ന ഒരു കോമൺ ചാമ്പർ ഉണ്ട്. ഗിൽസ്, ലങ്സ് ആൻഡ് ത്രൂ സ്കിൻ, 3 തരം റെസ്പിറേറ്ററി ഓർഗൻസ്. 3 chambered ഹാർട്ട് ആണ്. ഇത്രയാണ് ഇതിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വരുന്നത്. ഈ ഇക്തിയോഫീസ് എന്നുള്ള ലിംബിലസ് ആംഫിബിയ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ. വളരെ സിമ്പിൾ ആണ് ആംഫിബിയ. നെക്സ്റ്റ് ആണ് ക്ലാസ് റെപ്റ്റീലിയ. റെപ്റ്റീലിയ ആ പേര് തന്നെ എന്തിനാ ഉദ്ദേശിക്കുന്നത്? ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ. ഇഴയുന്ന നമ്മള് മലയാളത്തിൽ എന്താ പറയാ, ഉരകങ്ങൾ എന്നാണ് പറയാ. ഇഴഞ്ഞു പോകുന്ന ആൾക്കാരാണ്. അതിലെ പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഇവരുടെയൊക്കെ ബോഡി എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ഡ്രൈ ആൻഡ് കോണിഫൈഡ് സ്കിൻ. അതായത് പൊതുവെ റഫാണ്. നമ്മുടെ ഫ്രോഗിന്റെ പറഞ്ഞത് എങ്ങനെയാണ്, സോഫ്റ്റ് അല്ലെ, മോയിസ്റ്റ് സ്കിന്നാണ്, സ്കെയിൽസ് ഒന്നുമില്ലാത്തത്. എന്നാൽ ഇവരാണെങ്കിലും ഡ്രൈ ആണ് പൊതുവെ സ്കിന്ന്. ദെൻ ഹാർഡാണ്. പുറത്തെ സ്കിന്നൊക്കെ എങ്ങനെയാണ്, ഹാർഡാണ്. എപ്പിഡെർമൽ സ്കെയിൽസ് ഹാർഡ് കോണിഫൈഡ് ആണ്. എപ്പിഡെർമൽ സ്കെയിൽസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ക്യൂട്ട് എന്ന് പറയും. എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ്സിൽ ടിംബാന റെപ്രസെന്റ് ചെയ്യുക. നമുക്ക് ലിംസ് വെൻ പ്രസന്റ് ആർ 2 pairs. പുരകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതില് ലിംസ് ഉള്ള ആളുകളുണ്ട്, ലിംസ് ഇല്ലാത്ത ആളുകളുണ്ട് അല്ലെ. മനസ്സിലായി കാണുന്നത് എന്താന്നുള്ളത്. പിന്നെ ഹാർട്ട്, ഇതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഹാർട്ട് ഈസ് യൂഷ്വലി 3 chambered. യൂഷ്വലി നമുക്ക് ഇപ്പൊ ആംഫിബിയൻസിൽ പറഞ്ഞ പോലെ 3 chambered ആണ്. ബട്ട് 4 chambered ക്രോക്കഡൈൽസ്. ക്രോക്കഡൈൽസില് 4 chambered ആണ്. അതൊന്ന് ശ്രദ്ധിക്കണം. റെപ്റ്റൈൽസ് ആർ കോയിക്ലോത്തേർസ്. Then snakes and lizards shed their skin as ഇതറിയാം. നമുക്ക് ഈ പാമ്പൊക്കെ ഉറവൂലെന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് അവരുടെ മുകളിലുള്ള പഴയ സ്കിന്നിനെ റിമൂവ് ചെയ്യുക, സ്കിൻ ഷെഡ് ചെയ്യുക. അതിനെ പറയാം, അതായത് സ്കിൻ കാസ്റ്റ് നമ്മൾ പറയും. അത് കണ്ടിട്ടുണ്ടാവും, കാണാത്തവരൊന്നും ആരും ഉണ്ടാവില്ല.
സോ സ്നേക്സ് ആൻഡ് ലിസാർഡ്സ് ഷെഡ് ദെയർ സ്കെയിൽസ് ആസ് സ്കിൻ കാസ്റ്റ്. ആ ഔട്ടർ സ്കിന്നിനെ ഇങ്ങനെ പഴുതായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിനെ ഷെഡ് ചെയ്ത് കളയും. സെക്സസ് സെപ്പറേറ്റ് ആണ്, ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. ദെൻ ഓവിപാരസ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ്. എഗ് ലേയിങ് ആണ് അല്ലെ, ഡെവലപ്മെന്റ് ഡയറക്റ്റും ആണ്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. ആ പേരുകള് കീലോൺ, ടെർട്ടിൽസ്, ടെസ്റ്റുഡോ ടോട്ടോയ്സ്, കെമിലിയോൺ, ട്രീ ലിസാർഡ്, കെലോട്ടസ്, ഗാർഡൻ ലിസാർഡ്, നമ്മൾ സാധാരണ പറയുന്ന ഈ ഓന്ത് അല്ലെ, കെലോട്ടസ് എന്ന് പറയുന്നത്. പിന്നെ ക്രോക്കഡൈൽസ് ഒക്കെ അറിയുന്നത്, അലിഗേറ്റർ, ഹെമിഡാക്ടിലസ്, വാൾ ലിസാർഡ്. ദെൻ പോയ്സണസ് സ്നേക്സ്, സ്നേക്സും അതുപോലെ പല്ലി അല്ലെ, ഓന്ത്, ഇതെല്ലാം വരുന്നത് ഏതിലാണ്, ഈ പറയുന്ന റെപ്റ്റീലിയയിലാണ്. അപ്പൊ സ്നേക്സില് പോയ്സണസ് ആയിട്ടുള്ള നാജ, കോബ്ര അല്ലെ, ബംഗാറസ്, വെള്ളിക്കെട്ട് എന്ന് പറയുന്നത്, വൈപ്പർ, അണലി, ഇതെല്ലാം ഏതിൽ വരുന്നു, ഈ പറയുന്ന ഫൈലത്തിൽ ക്ലാസ്സിലാണ് വരിക. ഇതാണ് കെമിലിയോൺ എന്ന് പറയുന്നത്. ചെറിയ ക്ലാസ്സിൽ എവിടെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. വലിയ ഭയങ്കര ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ടങ്ങാണ്, ടങ് സ്റ്റിക്കിയാണ്, അത് പുറത്തേക്ക് നീട്ടുമ്പോൾ അത് ഇൻസെക്റ്റുകൾ വന്ന് ഇരിക്കും, അപ്പൊ അതിനെ നാഭാഗത്തേക്ക് ഇടും. പിന്നെ അതുപോലെ തന്നെ ടെയിലിനും പ്രത്യേകതയുണ്ട്. അപ്പൊ അതാണ് കെമിലിയോൺ. ക്രോക്കഡൈൽസ്, കീലോൺ, നാജ, ഇത് എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പൊ റെപ്റ്റൈൽസിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഒന്നിതാണ് ഡ്രൈ സ്കിൻ ആണ് അല്ലെ, ഡ്രൈ കോണിഫൈഡ് സ്കിൻ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് സ്കെയിൽസ്, ഇത് ചോദിക്കാറുണ്ട്. ഹാർട്ട് 3 ചാമ്പേർഡ്, എക്സെപ്ഷൻ ആയിട്ട് ക്രോക്കഡൈൽ പറയുന്നുണ്ട്. പിന്നെ നമുക്കതില് ലിംസ് പ്രസന്റ് ആണെങ്കിൽ 2 pairs ആവും, പക്ഷെ ലിംസ് ഇല്ലാത്ത ആൾക്കാർ കൂടുതൽ. സ്കിൻ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ പറഞ്ഞ റെപ്റ്റൈൽസിൽ ചോദിക്കുക. റെപ്റ്റൈൽസിന് ശരിക്കും ഈ എക്സാമ്പിൾസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് അധികം ക്വസ്റ്റ്യൻസ് വരാറ്. കീലോൺ, കെമിലിയോൺ, അപ്പൊ അങ്ങനെയുള്ള എക്സാമ്പിൾസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് വരാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എക്സാമ്പിൾസിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് അധികമൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇത് ക്ലാസ് എയ്ഡ്സ്, ഇത് കുറച്ചുകൂടി അധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഒന്നാണ്. ക്ലാസ് എയ്ഡ്സ് ഞാൻ പറഞ്ഞിരുന്നു, എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ആണ് അതിൽ വരുന്നത്. ഇപ്പൊ ബേർഡ്സിന്റെ ക്യാരക്ടേഴ്സ് വെച്ചാൽ ചെറിയ കുട്ടികളാണെങ്കിലും പറയില്ല, പക്ഷികൾക്ക് ചിറകുണ്ട്. തീർച്ചയായിട്ടും ഒന്നാമത്തെ പോയിന്റ് നമുക്ക് എന്താ പറയാ, വിങ്സ് ഉണ്ട് എന്ന് പറയാം. പിന്നെ വിങ്സിലോ ആ പക്ഷിക്ക് ചിറകുണ്ട്, ചിറകില് തൂവലുണ്ട് അല്ലെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സോ നമുക്ക് പ്രസൻസ് ഓഫ് ഫെതേഴ്സ് ഉണ്ട്. അതില് അത് പിന്നെ മോസ്റ്റ് ഓഫ് ദം ക്യാൻ ഫ്ലൈ എക്സെപ്റ്റ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. പക്ഷികൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് മനസ്സിലേക്ക് വരിക. എന്നാലും ഫ്ലൈറ്റ്ലെസ് ആയിട്ടുള്ള ചില ആൾക്കാരുടെ ഉദാഹരണമാണ് ഓസ്ട്രിച്ച്, ഒട്ടകപക്ഷി. ദെൻ ബീക്ക് അല്ലെ, കൊക്കുണ്ട്, പക്ഷികൾക്ക് കൊക്കാണ്. ദെൻ 4 limbs ആർ മോഡിഫൈഡ് ഇൻടു വിങ്സ്. നമ്മൾ പറഞ്ഞിരുന്നു ടെട്രാപോഡ, 4 limbs അല്ലെങ്കിൽ 2 pairs of limbs എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ആ 2 pairs of limbs തന്നെ, ഒരു പെയർ 4 limbs മറ്റൊന്ന് ഹൈൻഡ് ലിംസ്, മുൻകാലുകളും പിൻകാലുകളും എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പക്ഷികളില് ഈ 4 limbs ആണ് എന്തായിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത്, വിങ്സ്, ചിറകുകളായിട്ട്. ശ്രദ്ധിക്കണം. അപ്പോ 4 limbs ആർ മോഡിഫൈഡ് ആസ് വിങ്സ്. ആ വിങ്സിൽ എന്ത് കാണുന്നു, പ്രസൻസ് ഓഫ് ഫെതേഴ്സ്. അപ്പൊ ഹൈൻഡ് ലിംസ്, നിങ്ങൾ പക്ഷികളൊക്കെ മരത്തിന്റെ മുകളിലൊക്കെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക. അതിന്റെ ആ ഹൈൻഡ് ലിംസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് മോഡിഫൈഡ് ഫോർ വേരിയസ് പർപ്പസസ്. അതായത് ഓരോ പക്ഷികൾക്കും അതിന്റേതായ ജീവിത രീതികൾ ഉണ്ടാവും അല്ലെ, ഹാബിറ്റ്സ് ആൻഡ് ഹാബിറ്റേറ്റ്സ് ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് അതിന്റെ ഹൈൻഡ് ലിംസിനാണ് മോഡിഫിക്കേഷൻ വരിക. അപ്പൊ എങ്ങനെയൊക്കെയാണ് നോക്കാം. ഈ ഹൈൻഡ് ലിംസില് അതിൽ സ്കെയിൽസ് ഉണ്ടാവും ലിംസില്. പിന്നെ ദേ ആർ മോഡിഫൈഡ് ഫോർ വാക്കിംഗ്, നടക്കാൻ അല്ലെ, സ്വിമ്മിങ്, ക്ലാസ്പിംഗ് ദ ട്രീ ബ്രാഞ്ചസ്, അതായത് മരക്കൊമ്പിൽ ഇങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാക്കിങ്ങിന്, പിന്നെ സ്വിമ്മിങ്ങിന്, വെള്ളത്തിൽ കൂടെ പോണ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, സ്വിമ്മിങ്ങിന് സഹായിക്കുന്ന രീതിയിലായിരിക്കും അതിന്റെ ഹൈൻഡ് ലിംസ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പക്ഷികളെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എങ്ങനെയൊക്കെയാണ് അവരുടെ ലിംസിന്റെ മോഡിഫിക്കേഷൻസ് ഉള്ളത്. സോ 4 limbs വിങ്സ് ആയിട്ടാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഹൈൻഡ് ലിംസ് വാരിയസ് പർപ്പസസിന് വേണ്ടിയിട്ട് പല രീതിയിൽ ആണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്കിന്ന് ഡ്രൈ ആണ്, പൊതുവെ ഡ്രൈ ആണ്, വിത്തൗട്ട് ഗ്ലാൻസ്, അങ്ങനെ പ്രത്യേകിച്ച് ഗ്ലാൻസുകളൊന്നുമില്ല. എക്സെപ്റ്റ് എന്നാലൊരു ഗ്ലാൻഡ് ഉണ്ട്, ദാറ്റ് ഇസ് ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദി ബേസ് ഓഫ് ദി ടെയിൽ. നിങ്ങൾ ഈ പീജിയൻ പ്രാവുകളൊക്കെ ചെയ്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രാവുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ അതിന്റെ തല എന്ത് ചെയ്യുന്നുണ്ട്, വാലിന്റെ ഭാഗത്തേക്ക് കൊണ്ട് അവിടെ ഒന്ന് കൊത്തമ കാണാം. എന്നിട്ട് തിരിച്ചു വന്നത് ആ ബീക്ക് അതിന്റെ ചിറകിന്റെ മുകളിലൊക്കെ, തൂവലിന്റെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ ഓടിക്കുന്ന കാണാം. അത് നമ്മുടെ മുടി ചീകുന്ന രീതിയിൽ ഒരു പ്രോസസ്സ് ഈ പീജിയനൊക്കെ ചെയ്യുന്നത് ശ്രദ്ധിക്കുമെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കണമെങ്കിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് തേച്ചിട്ട് വന്ന് ചീകും അല്ലെ. അപ്പൊ അതുപോലെ ഇവര് ചെയ്യുന്നത് എന്താണ്, ഈ ടെയിലിന്റെ ഭാഗത്താണ് ഒരു ഗ്ലാൻഡ് ഉള്ളത്.
അപ്പൊ ആ ഒരു ഗ്ലാൻഡ് മാത്രമേ ഇതിന്റെ ശരീരത്തിലുള്ള ഒരു ഓയിൽ ഗ്ലാൻഡ് ആണ്. അപ്പൊ അതിനാണ് അതിങ്ങനെ പോയി കൊത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഫെദേഴ്സിന്റെ മുകളിലൊക്കെ അങ്ങനെ തേച്ച് കൊടുക്കുന്നത്. സോ സ്കിൻ ഡ്രൈ ആണ് വിത്തൌട്ട് ഗ്ലാൻഡ്സ് എക്സെപ്റ്റ് എ ഗ്ലാൻഡ് അറ്റ് ദി ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദി ടെയിൽ റീജിയൻ. Endoskeleton is bony. Ossified means bony ആണ്. And the long bones are hollow with air cavities. പ്രത്യേകത, പക്ഷികൾ നമുക്ക് ചോദിക്കില്ല പറക്കണമെങ്കിൽ എന്താ വേണ്ടത്, വെയിറ്റ് കുറവായിരിക്കണം തീർച്ചയായിട്ടും അല്ലെ. അപ്പൊ പക്ഷികൾക്ക് ആ ഒരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദി ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്? എന്ത് എഴുതാൻ പറ്റും? ഒന്ന് നമ്മൾ വിങ്സ് എഴുതി, 2 ഫെദേഴ്സ് എഴുതി, അതൊക്കെ എഴുതി അല്ലെ. ഇനി അത് കൂടാതെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ബോൺസ് ഉണ്ട്. ആ ബോൺസുകളുടെ പ്രത്യേകത ദേ ആർ ഹോളോ വിത്ത് എയർ ക്യാവിറ്റീസ്. ബോൺസ് പൊതുവെ ഹോളോ ആണ് അല്ലെ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ എയർ ക്യാവിറ്റീസ് ആണ് കൂടുതൽ. അപ്പൊ അത് എന്തിനാണ്? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ബോഡി വെയിറ്റ്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അത്തരം ബോണുകളെ പറയുന്ന പേരാണ് ന്യൂമാറ്റിക് ബോൺസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ന്യൂമാറ്റിക് ബോൺസ്, ലോങ് ബോൺസ് വിത്ത് എയർ ക്യാവിറ്റീസ്. അപ്പൊ ഇൻ ബേർഡ്സ് ന്യൂമാറ്റിക് ബോൺസ് ആർ ഫൗണ്ട്. ഗീവ് റീസൺ. എന്തിനാണ് ബേർഡ്സിൽ ഇത്തരം ബോൺസ്? സോ ഇറ്റ് ഈസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് എന്താണ് ഓവർ വെയിറ്റ്, അതായത് വെയിറ്റ് കുറയ്ക്കുക. ഇൻ ഓർഡർ ടു റെഡ്യൂസ് വെയിറ്റ് എന്നതാണ് ഈ ന്യൂമാറ്റിക് ബോൺസിന്റെ പർപ്പസ്. ന്യൂമാറ്റിക് ബോൺ എന്ന് പറഞ്ഞാൽ ലോങ് ബോൺസ് വിത്ത് എയർ ക്യാവിറ്റീസ്. ഹോളോ ആണ്, ബോൺസ് ഹോളോ ആണ് വിത്ത് എയർ ക്യാവിറ്റീസ്. അത്തരം ബോൺസിനെ പറയുന്ന പേരാണ് ന്യൂമാറ്റിക് ബോൺസ്. ഇറ്റ് ഈസ് എ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആണ് in order to reduce the body weight. Okay. Then digestive tractന് 2 additional chambers, that is crop and gizzard. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. ക്രോപ്പ് എന്ന് പറയുന്ന ചാമ്പർ ഫുഡ് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഗിസാർഡ് എന്ന് പറയുന്ന ചാമ്പർ ഇറ്റ് ഈസ് ഗ്രൈൻഡിങ്. നമ്മൾ വായിലിട്ടിട്ട് പല്ലുകൊണ്ട് ചവച്ചരക്കുന്നുണ്ടല്ലേ, അപ്പൊ അതുപോലെ ഗ്രൈൻഡിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു ചാമ്പറാണ് ഗിസാർഡ്. അപ്പൊ എന്താണ് ഇങ്ങനത്തെ 2 അഡീഷണൽ ചാമ്പറിന്റെ ആവശ്യം? നിങ്ങൾ പക്ഷികളുടെ ഫീഡിങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ നമ്മൾ കഴിക്കുന്ന പോലെ കുറച്ച് എടുത്തിട്ട് അത് വായിലേക്ക് ഇട്ട് ചവച്ചിട്ട് അടുത്തെടുത്തിട്ട് അങ്ങനെയാണോ? അല്ല അല്ലെ. അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊത്തി തിന്നുക. അങ്ങനെയല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊത്തി തിന്നുകൊണ്ടിരിക്കും. അങ്ങനെ കൊത്തി തിന്നുന്ന സാധനങ്ങൾ ക്രോപ്പിൽ സ്റ്റോർ ചെയ്തിട്ട് അത് പിന്നീട് ഗിസാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഗിസാർഡിൽ വെച്ചിട്ടാണ് അതിന്റെ ഗ്രൈൻഡിങ് പ്രോസസ് നടക്കുക. അപ്പൊ പിന്നീടാണ് അതിന്റെ ആ ഗ്രൈൻഡിങ് പ്രോസസ് നടക്കുക. അപ്പൊ അതിനാണ് 2 അഡീഷണൽ ചാമ്പേഴ്സ്, ക്രോപ്പ് ആൻഡ് ഗിസാർഡ്. Heart is completely 4 chambered. നിങ്ങൾ ആ ട്രാൻസിഷൻ നോക്കുക. ഫിഷസ് 2 chambered, ആംഫിബിയൻസ് 2 chambered, റെപ്റ്റൈൽസ് ആയപ്പോ 3 chambered, അതിന്റെ അവസാന ഭാഗമായി ക്രോക്കഡൈൽസ് ആയപ്പോഴേക്കും 4 chambered. ദെൻ ശരിക്കും സത്യം പറഞ്ഞാൽ ക്രോക്കഡൈൽസ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയാ, ഇൻകംപ്ലീറ്റ്ലി 4 chambered. അതാണ് ഇത് കറക്റ്റ് ടേം. ദെൻ ഹാർട്ട് ഇവിടെ ബേർഡ്സ് ആയപ്പോഴേക്കും എന്തായത്? കംപ്ലീറ്റ്ലി 4 chambered ആയി. വാം ബ്ലഡഡ്, അതിൽ വ്യത്യാസം വന്നു അല്ലെ. ദേ ആർ ഹോമിയോതെർമസ്, ദാറ്റ് ഈസ് ദേ ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. അവർക്ക് അവരുടെ ഒരു കോൺസ്റ്റന്റ് ആയ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ എങ്ങനെയായിരുന്നു? പോയിക്കിലോ അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ്. ദേ ലാക്ക് ദ എബിലിറ്റി ടു കൺട്രോൾ ദെയർ ബോഡി ടെമ്പറേച്ചർ, ടു മെയിൻറ്റെയിൻ എ ബോഡി ടെമ്പറേച്ചർ. ഇത് ശ്രദ്ധിക്കുക. ബേർഡ്സ് ഓൺവേർഡ്സ് എന്തായി? വാം ബ്ലഡഡ് ആയി. അപ് ടു റെപ്റ്റൈൽസ് ഇൻക്ലൂഡിംഗ് റെപ്റ്റൈൽസ് എന്താണ്? കോൾഡ് ബ്ലഡഡ് ആണ്. Then respiration is by lungs. Then air sacs connected to lungs. ഇതൊരു പിന്നെ അഡാപ്റ്റേഷൻ നമുക്ക് പറയാവുന്നതാണ്. എയർ സാക്സ് ലങ്സിനോട് അറ്റാച്ച് ചെയ്ത് കാണുന്ന എയർ സാക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രീത്തിങ്ങിനെ സപ്ലിമെന്റ് ചെയ്യുന്നു, റെസ്പിറേഷനെ സപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളോട് ഇപ്പൊ 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ്സ് എഴുതാൻ പറ്റാതെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്? തീർച്ചയായിട്ടും ഫോർലിംസ് ആർ മോഡിഫൈഡ് ആസ് വിങ്സ്. 2 പ്രസൻസ് ഓഫ് ഫെദേഴ്സ്. 3 പ്രസൻസ് ഓഫ് ബീക്ക്. 4 പ്രസൻസ് ഓഫ് ന്യൂമാറ്റിക് ബോൺസ്. 5 പ്രസൻസ് ഓഫ് എയർ സാക്സ്. എയർ സാക്സ് ഒക്കെ ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഏത് കാര്യങ്ങൾ വേണമെങ്കിലും അവിടെ എഴുതാം. ഇത് ശ്രദ്ധിക്കുക. ദേ ആർ ഹോമിയോതെർമസ്. ഇനി എക്സാമ്പിൾസ്. കോർവസ് അല്ലെ, ക്രോ എന്ന് പറഞ്ഞാൽ അറിയാം. കൊളുമ്പ പീജിയൻ, സിറ്റാകുല പാരറ്റ്, സ്ട്രുത്രിയോ ഓസ്ട്രിച്ച്, പാവോ പീക്കോക്ക്, then actinodites, penguin and neophron, vulture. ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ എക്സാമ്പിൾസ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, എക്സാമ്പിൾസ് ചോദിക്കുന്നതാണ്. അപ്പൊ ഇത്രയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു റെപ്റ്റീൽസിയ, ആംഫിബിയ, റെപ്റ്റീലിയ, എയ്ഡ്സ്. ഇത് നമുക്ക് ഒരെണ്ണം കൂടി പറയാനുള്ളത്, ദാറ്റ് ഈസ് ക്ലാസ് മെമാലിയ. മെമാലിയ നമുക്കറിയാലേ, നമ്മുടെ സ്വന്തം ക്ലാസ്, നമ്മളൊക്കെ വരുന്ന ആ ക്ലാസ് ആണ് ക്ലാസ് മെമാലിയ.
വെറൈറ്റി ഓഫ് ഹാബിറ്ററ്റ്സിൽ കാണുന്നുണ്ട്. പോളാർ ഐസ് ക്യാപ്പില്, ഡെസേർട്ടില്, മൗണ്ടെയിൻസ്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, പല തരത്തിലുള്ള ഹാബിറ്ററ്റ്സിൽ കാണുന്ന ആൾക്കാരാണ് മമ്മാലിയ. ചില ആളുകൾക്ക് പറക്കാനുള്ള കഴിവുണ്ട്, ചില ആളുകൾ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. സം ഓഫ് ദം ഹാവ് അഡാപ്റ്റഡ് ടു ഫ്ലൈ ആൻഡ് ലീവ് ഇൻ വാട്ടർ. ദ മോസ്റ്റ് യുണീക് മമ്മാലിയൻ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്തുകൊണ്ടാണ് ഈ ക്ലാസ്സിന് മമ്മാലിയ എന്നുള്ള പേര് വന്നത്? ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്സ്, അല്ലെ? യങ് വൺസിനെ ഫീഡ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മാമറി ഗ്ലാൻഡ്സിന്റെ പ്രസൻസിൽ നിന്നാണ് ഈ ക്ലാസ്സിന് മമ്മാലിയ എന്നുള്ള പേര് കിട്ടിയത്. Presence of milk producing glands, that is a mammary gland by which the young ones are nourished. Okay, then they have 2 pairs of limbs, 2 pairs of limbs ഉണ്ട്. അതെങ്ങനെയൊക്കെ മോഡിഫിക്കേഷൻ ഉണ്ടാവും? അഡാപ്റ്റഡ് ഫോർ വാക്കിംഗ്, റണ്ണിങ്, ക്ലൈംബിംഗ്, ബറോയിങ്, സ്വിമ്മിങ്, ഫ്ലൈയിങ്. ഇപ്പൊ നമ്മള് മനുഷ്യന്മാരുണ്ട്, ഓക്കെ, മനുഷ്യന്മാരല്ലാതെ വേറെ ഒരുപാട് ആളുകൾ ആ മമ്മാലിയയിലുണ്ട് അല്ലെ? നമ്മൾ പറയുന്ന പട്ടിയും പൂച്ചയും ഒക്കെ വരുന്നുണ്ട് അതില്. അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അഡാപ്റ്റേഷൻസ്. പിന്നെ ബാറ്റ് അല്ലെ, ഫ്ലൈയിങ് മാമലാണ്, ബാറ്റ് വരുന്നുണ്ട്. ദെൻ ബ്ലൂ വെയിൽ എന്ന് പറയുന്നത് ബെലിനോപ്റ്റെറ. അപ്പൊ അതുകൊണ്ട് സ്വിമ്മിങ്ങിന്, ഫ്ലൈറ്റിന്, അതുപോലെ ഫ്ലൈയിങ്ങിന്, അതുപോലെ തന്നെ വാക്കിംഗ്, റണ്ണിങ്, ബറോയിങ് അല്ലെ, ബറോ ചെയ്യുന്ന റോഡൻസിൽ വരുന്ന ആളുകളുണ്ട്. അപ്പൊ ഡിഫറെന്റ് ഹാബിറ്ററ്റ്സിൽ കാണുന്നത് കൊണ്ട് തന്നെ ഈ ലിംസ് ആർ ഡിഫറെന്റ്ലി മോഡിഫൈഡ്. അതായത് പല പർപ്പസുകളാണ് ലിംസിനുള്ളത്. സ്കിന്നിന്റെ പ്രത്യേകത എന്താണ്? ഹെയർസ്, സ്കിന്നിൽ ഹെയർസ് കാണുന്നുണ്ട്. ദെൻ എക്സ്റ്റേണൽ ഇയർ എന്നറിയപ്പെടുന്ന സാധനം വന്നു അല്ലെ? നമ്മൾ ചെവി എന്ന് പറയുമ്പോൾ നമ്മളെ പുറത്തേക്ക് കാണുന്ന ഈ ഒരു പിന്നെ തന്നെയാണ് പറയാറ്. അപ്പൊ ആ പിന്നെ ആർ പ്രസന്റ്. ദെൻ അടുത്തൊരു പോയിന്റ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആർ പ്രസന്റ് ഇൻ ദ ജോ. നിങ്ങൾ ഫിസിയോളജി പഠിക്കുമ്പോൾ അതിൽ പഠിക്കുന്നുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത്. ആ ടീത്ത് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ചെറിയ ക്ലാസ്സിൽ ഇൻസിസേഴ്സ്, കാനൈൻസ്, പ്രീമോളാസ്, മോളാസ്, അണപ്പല്ല്, കോമ്പല്ല് എന്നൊക്കെ പറഞ്ഞിട്ട്, ഉളിപ്പല്ല്, ചർവണകം, അഗ്രചർവണകം, അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ? അതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത്. പലതരത്തിലുള്ള പല്ലുകളുണ്ട്. ഹാർട്ട് 4 ചാമ്പേർഡ് ആണ്. ഹോമിയോതെർമസ് മീൻസ് വാം ബ്ലഡഡ്. റെസ്പിറേഷൻ ബൈ ലങ്സ്. മിക്കവാറും ആളുകളൊക്കെ എന്താണ്? വിവി പാരസ്, ദാറ്റ് മീൻ ഗിവിംഗ് ബർത്ത് ടു യങ് വൺ, പ്രസവിക്കുന്നവരാണ്. വിത്ത് ഫ്യൂ എക്സെപ്ഷൻസ് ആർ ദേർ ആൻഡ് ദ ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ്. പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഒന്ന് ഓർത്ത് നോക്കുക. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത്? മാമൽസിന് പേര് വരാൻ കാരണം ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ് അല്ലെ? പിന്നെ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആയിരുന്നു പറഞ്ഞത്? ഞാനിവിടെ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സുകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുന്നതാണ്. മാമറി ഗ്ലാൻഡ്സ് ഉണ്ട്, 2 pairs of limbs ഉണ്ട്, അത് ഡിഫറെന്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ദെൻ സ്കിന്നിൽ ഹെയർസ് കാണുന്നു. പിന്നെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയർ പ്രസന്റ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആർ പ്രസന്റ്. 4 chambered heart, warm blooded, respiration by lungs, and then mostly viviparous ആണ്. Some exceptions are there. ഇനി എക്സാമ്പിൾസ്. oviparous, ഇതൊരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. egg laying mammal, name an egg laying mammal, that is ornithorhynchus അല്ലെങ്കിൽ platypus. പിന്നീട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പൊന്നേണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ. Then viviparous ആയിട്ട് giving birth, macropus, kangaroo, pteropus, flying fox, then camellus, camel, then macaca, monkey, ratus, rat എന്നൊക്കെ പറഞ്ഞ ബറോയിങ് അല്ലേ? റാറ്റസ്, കാനിസ്, ഡോഗ്, ഫെലിസ്, ക്യാറ്റ്, എലിഫസ്, ഇക്വസ്, ഡെൽഫിനസ്, കോമൺ ഡോൾഫിനാണ്, ബെലിനോപ്റ്റെറ, ബ്ലൂ വെയിൽ, ദെൻ പാന്തറ, ടൈഗ്രിസ്, പാന്തറ, ലിയോ, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ നമ്മുടെ ബാറ്റ് എന്ന് പറഞ്ഞു അല്ലെ? അതാണ് ഫ്ലൈയിങ് ഫോക്സ് പറഞ്ഞത്. ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതാ സം മാമൽസ്, ഓർണിത്തോറിംഗസ്, മൈക്രോപ്പസ്, കങ്കാരു, ടിറോപ്പസ്, ഫ്ലൈയിങ് ഫോക്സ്, ബെലിനോപ്റ്റെറ. നമ്മളെ ഈ പറയുന്ന ഫ്ലൈയിങ് ഫോക്സ് ആണ്. കുറുക്കന്റെ മുഖല്ലേ ഇതിന്? അപ്പൊ അതുകൊണ്ടാണ് ഇതിന് പറക്കുന്ന കുറുക്കൻ എന്ന് പറയുന്നത്, ഫോക്സ്. സോ എക്സാമ്പിൾസ് ഇത് ഓർണിത്തോറിംഗസിനെ നേരത്തെ കാണിച്ചത് oviparous, നെയിം ആൻ egg laying mammal ട്ടോ. കങ്കാരു, ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറയുന്ന, ടിറോപ്പസ് എന്ന് പറയുന്ന ഫ്ലൈയിങ് ഫോക്സ്, ക്യാമലസ്, ക്യാമല്, മങ്കി, റാറ്റ്, ഡോഗ്, അതുപോലെ ക്യാറ്റ്, എലിഫന്റ്, ഹോഴ്സ്, ഡോൾഫിൻ, ബ്ലൂ വെയിൽ, ടൈഗർ, ലയൺ, എല്ലാവരും വരുന്നത് ഏതിലാണ്? ദാറ്റ് ഇസ് എ ക്ലാസ് മമ്മാലിയ. അപ്പൊ ഇത്രയോട് കൂടിയിട്ട് നമ്മുടെ ആനിമൽ കിങ്ഡം സമാപിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഞാൻ എന്റെ പ്രീവിയസ് വീഡിയോകളില് ഞാൻ പറഞ്ഞ ഓരോ ക്ലാസ്സിലും പറയുന്ന 3-4 ഫൈലങ്ങളുടെ ക്വസ്റ്റ്യൻസ് അതിന്റെ അടിയിൽ തന്നെ കൊടുത്തിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.
ഇത് അത് ഡിസ്കസ് ചെയ്യാത്ത ഭാഗം തൊട്ടിട്ടുള്ള ഒരു 13 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യ ഭാഗങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ ചോദ്യവും ഉത്തരം കൂടി എഴുതിയെടുത്താൽ വളരെ നല്ലതായിരിക്കും. പിന്നീട് ക്വിക്ക് റിവിഷനിലൊക്കെ രീതിയിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കാം. Unlike bony fishes, cartilage fishes have to swim constantly to avoid sinking due to the dash. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കാർട്ടിലേജ് ഫിഷസിന് എന്ത് ചെയ്യണം? They have to swim constantly to avoid sinking. അല്ലെ, എന്തുകൊണ്ടാണ് അങ്ങനെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നീന്തേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? ഇപ്പൊ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുക. പ്രസൻസ് ഓഫ് ഫാരിഞ്ചിയൽ ഡിസീസ് ആണോ, പ്രസൻസ് ഓഫ് എയർ ബ്ലാഡർ ആണോ, ആബ്സെൻസ് ഓഫ് ഫാരിഞ്ചിയൽ ഡിസീസ് ആണോ, അത് ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ ആണോ? നിങ്ങൾ വായിച്ചു നോക്കുക. ഉത്തരം എന്തായിരിക്കും? നമ്മൾ പഠിച്ചതാണ്. They have to swim continuously in order to avoid sinking because of the absence of air bladder. So D is the correct answer. The following are organs of certain animals. ചില ആനിമൽസിന്റെ ഓർഗൻസ് ആണ് ഇവിടെ പറയുന്നത്. പാരപോഡിയ, ഫ്ലെയിം സെൽസ്, പ്രബോസിസ് ഗ്ലാൻഡ്, കോംബ് പ്ലേറ്റ്സ്. ചോദ്യം ഇതാണ്: സെലക്ട് ഓർഗൻസ് വിച്ച് ഹെൽപ്പ് ഇൻ എക്സ്ക്രീഷൻ. എക്സ്ക്രീഷനെ സഹായിക്കുന്ന ഓർഗൻസ്. നിങ്ങൾ ഓർഗൻസ് നോക്കൂ. പാരപോഡിയ എവിടെയാണ് കേട്ടിട്ടുള്ളത്? യെസ്, പാരപോഡിയ ഇൻ ഫൈലം ആനിലിഡ. ഫ്ലെയിം സെൽസ് അതെന്തായിരുന്നു? ഫ്ലെയിം സെൽസ് ആർ ദി എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ പ്ലാറ്റിഹെൽമിന്തേഴ്സ്. പ്രബോസിസ് ഗ്ലാൻഡ് എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ഹെമികോഡേറ്റ. കോംബ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഫൈലം ടീനോഫ്ലോറയിലാണ് കാണുന്നത്. ലോക്കോമോഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ഉത്തരം ഏതാണ്? ഫ്ലെയിം സെൽസ് ആൻഡ് പ്രബോസിസ് ഗ്ലാൻഡ് ആർ ദി എക്സ്ക്രീറ്ററി ഓർഗൻ. ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല, ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. നെയിം ദ ഓർഗാനിസം ബിയറിംഗ് ദീസ് ഓർഗൻസ് ആൻഡ് റൈറ്റ് ഈസ് ഫംഗ്ഷൻ. ഈ നെയിം ദ ഓർഗാനിസം ബിയറിംഗ് ദീസ് ഓർഗൻസ്. ഇത്തരം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവയുള്ള ഫൈലത്തിന്റെ പേര് എഴുതാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലെയിം സെൽസ്, പ്ലാറ്റിഹെൽമിന്തസ്, എക്സാമ്പിൾ ടേപ്പ് വേം അല്ലെങ്കിൽ ഫാഷിയോള. ദെൻ അടുത്ത ഏതായിരുന്നു? ഹെമികോഡേറ്റ എന്ന് പറഞ്ഞു അല്ലെ. ഹെമികോഡേറ്റയിൽ നമ്മൾ 2 എക്സാമ്പിൾസ് ആണ് പഠിച്ചത്. ബെലനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ്. അപ്പൊ നിങ്ങൾ എക്സാമിൽ ശ്രദ്ധിക്കണം സബ് ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത്. അതനുസരിച്ച് വേണം ഉത്തരം എഴുതാൻ. ഇത് ഇന്നലെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു ചോദ്യമാണ് കഴിഞ്ഞ വീഡിയോയില്. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? ജസ്റ്റിഫൈ ഓർ സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. അന്ന് പറഞ്ഞതാണ് എന്തായിരുന്നു? എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് അല്ല. പക്ഷെ എല്ലാ വെർട്ടിബ്രേറ്റ്സും എന്തിൽ വരുന്നു? കോഡേറ്റ്സിൽ വരുന്നു. That means vertebrates പറഞ്ഞാൽ എന്താണ്? Notochord is present only during the embryonic period. Later it is replaced by a cartilaginous or bony vertebral column. ആ വീഡിയോ നിങ്ങൾ ഒന്ന് പോയി കാണാൻ. ഞാൻ കൃത്യമായിട്ട് അതിൽ ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും. Then find the odd one from each group. Justify your answer. ഇത് ഞാൻ പറഞ്ഞിരുന്നു. ഈ രീതിയിൽ ചോദിക്കുന്ന സ്റ്റാർ ഫിഷ്, ഡോഗ് ഫിഷ്, ജെല്ലി ഫിഷ്, ഡെവിൽ ഫിഷ്. ഇതിൽ ഏതാ ഓഡ് വൺ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ശരിക്കുള്ള ഫിഷ് അല്ലെ. സ്റ്റാർ ഫിഷ് എക്കൈനോഡെർമേറ്റയിലാണ് വരിക. ജെല്ലി ഫിഷ് ഒറീലിയ സീലിൻഡ്രേറ്റ്സിൽ വരുന്നു. ഡെവിൽ ഫിഷ് മോളസ്കിലാണ് വരിക. സോ ഒറിജിനൽ ഫിഷ് ആണ് ഡോഗ് ഫിഷ് എന്ന് പറയുന്ന സ്കോളിയോഡൻ ഷാർക്ക്. അപ്പൊ ഇത് മാത്രമേ അതിൽ എന്തുള്ളൂ? ഒറിജിനൽ ആയിട്ടുള്ള ഫിഷ് ഉള്ളൂ. ദാറ്റ് ബിലോങ്സ് ടു കോൺട്രക്ടിസ്. ദെൻ ഫ്ലൈയിങ് ഫിഷ്, സോ ഫിഷ്, ഏഞ്ചൽ ഫിഷ്, ഫൈറ്റിംഗ് ഫിഷ്. എന്റെ ഓർമ്മ ശരിയായി 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കുട്ടികളൊക്കെ അന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയ ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിലെങ്ങനെ കണ്ടെത്താം? ഇതില് ഫ്ലൈയിങ് ഫിഷ് എക്സോസീറ്റസ് അല്ലെ, ഫൈറ്റിംഗ് ഫിഷ് അതിന്റെ പേര്, പിന്നെ ഏഞ്ചൽ ഫിഷ്. ഇവര് 3 ഏതിലാണ് വരിക? ദീസ് 3 ബിലോങ്സ് ടു ഓസ്റ്റിക്ടിസിലേക്കാണ് വരിക. ഓസ്റ്റിക്ടിസ് ദാറ്റ് ഇസ് ബോണി ഫിഷസ്. വേറെ സോ ഫിഷ് നമ്മൾ ക്രിസ്റ്റിസ് പഠിച്ചു അല്ലെ, അത് മാത്രം എവിടെയാണ് വരുന്നത്? ദാറ്റ് ബിലോങ്സ് ടു കോൺട്രിക്ടിസ്. Then sea lily, sea cucumber, sea urchin, sea horse. ഇതിലെ ഈ ബാക്കി 3 ആൾക്കാർ ഫൈലം എക്കൈനോഡെർമേറ്റയിൽ വരുന്നു. സീ ഹോഴ്സ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ദാറ്റ് ബിലോങ്സ് ടു ഫിഷസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഫിഷസിൽ ഏതിൽ വരുന്നു? ബോണി ഫിഷസിൽ വരുന്നതാണ്. ഹു ആം ഐ? ഇതൊക്കെ നിങ്ങൾ ഞാൻ കാണിക്കുന്നത് എന്താ അറിയോ? ക്വസ്റ്റ്യൻസ് വരുന്ന മോഡലുകൾ, സാധ്യതകൾ, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയർ സുവോളജിയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു ചാപ്റ്റർ ആണിത്. ഹു ആം ഐ? ഐ ലിവ് ഇൻ സീ, റെസ്പയർ ത്രൂ ഗിൽസ്, എക്സ്ക്രീറ്റഡ് പ്രൊബോസിസ് ഗ്ലാൻഡ്, മൈ ബോഡി കൺസിസ്റ്റർ പ്രൊബോസിസ് കോളർ ആൻഡ്. നമുക്ക് ഇത്രയൊന്നും വേണ്ട അല്ലെ. ഈ പ്രൊബോസിസ് ഗ്ലാൻഡ് കണ്ട അത് വെച്ച് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇറ്റ്സ് എ ഫൈലം ഹെമികോഡേറ്റ. 1 എക്സാമ്പിൾ ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞു. ദെൻ
From a fish market, you got a fish. On a close watching, your friend says it is a cartilaginous fish. Which characters helped him to identify it as a cartilaginous fish? Any 4 characters. നമ്മൾ എന്താ ചെയ്യണ്ടോ? കാർട്ടിലേജിനസ് ഫിഷസിന്റെ, ദാറ്റ് മീൻസ് കോൺട്രിക്റ്റിസിന്റെ 4 ക്യാരക്ടേഴ്സ് എഴുതുക. എന്തൊക്കെയായിരുന്നു? കാർട്ടിലേജിനസ് ഫിഷിന്റെ പേര് വരാനുള്ള കാരണം ഇത് എൻഡോസ്കെൽട്ടൻ ഈസ് കാർട്ടിലേജിനസ്. പിന്നെ ഇവര് പൂർണ്ണമായിട്ടും എന്താണ്? മറൈൻ വാട്ടറിലാണ് കാണുന്നത്. അത് വേണമെങ്കിൽ എഴുതിയാൽ മതി. ഓപ്പർക്കുലം ആബ്സെന്റ് ആണ്, എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്, അല്ലെ? പിന്നെ സ്കെയിൽസ് പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്, ക്ലാസ് മെയിൽസിൽ ക്ലാസ്പേഴ്സ് പ്രസന്റ് ആണ്, ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ. അങ്ങനെ ഞാൻ കമ്പയർ ടേബിളിന്റെ കമ്പയർ ചെയ്തത് ആ വീഡിയോ ഒന്ന് കാണുന്നത്. തൊട്ട് മുന്നത്തെ വീഡിയോയിലാണ് 2 ഫ്ലഡ് ഫിഷസിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് കാണാൻ. തീർച്ചയായിട്ടും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ്. ഇനി ഏത് ക്ലാസ്സിലാണ് വരിക? കോൺട്രിക്റ്റിസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇയാളെ ഒന്ന് ഒബ്സർവ് ചെയ്തോളൂ. ആരാണ് ആള്? യെസ്, ദാറ്റ് ഈസ് എ സീ ഹോഴ്സ് അല്ലെങ്കിൽ ഹിപ്പോകാമ്പസ്. ഏത് ക്ലാസ്സിലാണ് വരിക? ക്ലാസ് ഓസ്റ്റിക്റ്റിസ് അല്ലെങ്കിൽ ബോണി ഫിഷസ്. 2 സാലൈഡ് ഫീച്ചേഴ്സ് എഴുതുക. ഓപ്പർക്കുലം പ്രസന്റ് ആണ്, എയർ ബ്ലാഡർ പ്രസന്റ് ആണ്, സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ്. അങ്ങനെ ഏത് ക്യാരക്ടേഴ്സ് വേണമെങ്കിലും എഴുതാം. ഈ ഡയഗ്രാം ഞാൻ അന്ന് പറഞ്ഞു, ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. മിക്കവാറും എക്സാമിന് എല്ലാ കൊല്ലം എന്ന് പറയാം വരുന്നൊരു ചോദ്യമാണ്. ഇതിനെ പാർട്സ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഫാരിഞ്ചൽ ഗിൽസിൽസ്, നോട്ടോകോഡ്, നെർവ് കോഡ്, പോസ്റ്റേനട്ട്. അപ്പൊ ഏത് ഭാഗം വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ലേബൽ ചെയ്യാൻ ചോദിക്കാം. പിന്നെ അതിന്റെ കൂടെ തന്നെ ചോദിച്ചിട്ടുണ്ട് 3 ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് ഓഫ് ദി ഫൈലം. ആ പറഞ്ഞ ക്യാരക്ടേഴ്സ് തന്നെ എഴുതി വെച്ചാൽ മതി. ഫസ്റ്റ് പെയർ തമ്മിലുള്ള ബന്ധം നോക്കി സെക്കൻഡ് പെയർ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓസ്റ്റിക്റ്റിസിൽ സൈക്ലോയിഡ് സ്കെയിൽസ് ആണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺട്രിക്റ്റിസിൽ കാണുന്ന സ്കെയിൽ ഏതാണ്? നോ ഡൗട്ട് ഇറ്റ് ഈസ് പ്ലാക്കോയിഡ് സ്കെയിൽസ്. ഈ ക്ലാസിഫിക്കേഷൻ നോക്കുക. ഇതിൽ മിസ്സിംഗ് ഏതാ നോക്കുക. നമ്മൾ പറഞ്ഞു വെർട്ടിബ്രേറ്റ്സിലെ ഡിവിഷൻ അനാത്ത ആൻഡ് നാത്തോസ്റ്റോമാറ്റയാണ്. അപ്പൊ ഇവിടെ വരെ എന്താണ്? അനാത്തയാണ്. ദെൻ ഇവിടെ എന്താണ്? സൂപ്പർ ക്ലാസ് പിസസ് ആൻഡ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ്. അപ്പൊ ഇവിടെ പിസസ് എന്നാണ് വരിക. Then find out A and B. Compare any 2 characters of Chondrichthyes and Osteichthyes. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പൊ അത് നിർബന്ധമായിട്ടും പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Figure X and Y are the fish of 2 different classes. Identify them and differentiate between these classes. 2 ഫിഷുകളെ കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതൊരു ക്ലാസ് ആണ്, ഇത് വേറൊരു ക്ലാസ് ആണ്. ഇത് ഏതാണ് ക്ലാസ്? This belongs to class Chondrichthyes and this belongs to Osteichthyes. അപ്പൊ അതിന്റെ പേര് എഴുതുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക, ക്യാരക്ടേഴ്സ് എഴുതുക. ബേർഡ്സ് ആർ വെൽ അഡാപ്റ്റഡ് ഫോർ ഫ്ലൈയിങ്. ഗീവ് എനി 3 സച്ച് അഡാപ്റ്റേഷൻസ്. നേരത്തെ ഞാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ? ന്യൂമാറ്റിക് ബോൺസ്, വിങ്സ്, ദെൻ ഫെദേഴ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒരു ആനിമൽ ഗ്രൂപ്പിന്റെ ക്യാരക്ടേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഐഡന്റിഫൈ ചെയ്യാനാണ്. സർക്കുലർ ആൻഡ് സക്കിംഗ് മൗത്ത് വിത്തൌട്ട് ജോസ്. ഫിഷ് ലൈക്ക് ബോഡി വിത്തൌട്ട് സ്കെയിൽസ് ആൻഡ് പെയേർഡ് ഫിൻസ്. മതിയില്ലേ? ഫസ്റ്റ് പോയിന്റ് തന്നെ മതി. നമുക്ക് ഉത്തരം എഴുതാം. ബിലോങ്സ് ടു നമ്മൾ പഠിച്ചു. അനാത്തയിൽ വരുന്ന ഒരേ ഒരു ക്ലാസ് ആണ് സൈക്ലോസ്റ്റോമാറ്റ. എക്സാമ്പിൾ ആയിട്ട് മിക്സിംഗ്, ലാംബ്ര ഒക്കെ പഠിച്ചിരുന്നു. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ജോസ് ഇല്ല എന്നുള്ളതും, പിന്നെ ദെൻ ഫിഷ് ലൈക്ക് ബോഡിയാണ്, സ്കെയിൽസ് ഇല്ല, പെയേർഡ് ഫിൻസ് ഇല്ല. 2 എക്സാമ്പിൾസ് പെട്രോമൈസിൻ, ലാംബ്ര അല്ലെങ്കിൽ പെട്രോമൈസിൻ, മിക്സിംഗ്, ഹാൻഡ് ഫിഷ് എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ആ 2 എക്സാമ്പിൾസ് നിങ്ങൾ അവിടെ എഴുതാം. സോ ഇത്രയാണ് നമ്മുടെ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. വീണ്ടും പറയുന്നു, 6ഓ 8ഓ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. നിങ്ങളുടെ ഞാനിപ്പോ വളരെ വളരെ ബ്രീഫായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കാണിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഓരോ ഭാഗത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അവരുടെ ഉത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാംസും ടേബിളുകളും കോളംസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടിട്ടില്ലാത്തവര് ഇപ്പൊ ചില വീഡിയോ ഫസ്റ്റ് വീഡിയോ മാത്രം കണ്ടു ബാക്കി കണ്ടില്ല അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ എന്റെ ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സിന്റെ ചാപ്റ്റർ 1 അല്ലെങ്കിൽ ക്ലാസ് 1 എന്ന പേരും ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ലിങ്കിൽ നോക്കിയിട്ട് ഏത് ക്ലാസ്സാണ് വേണ്ടത് കേൾക്കാവുന്നതാണ്. ഒരു നഷ്ടവും നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായി പഠിക്കും, ക്ലാസ് കാണും, ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയും ക്ലാസ്സിന് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പൊ നിങ്ങൾക്ക് പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഹയർ സ്റ്റഡീസിൽ ഉതകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഞാൻ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.